ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ MSC കമ്പനിയുമായുള്ള ധാരണ പ്രകാരം കമ്പനി ലോട്ടറി അടിച്ച അദാനി കമ്പനിക്ക് മാത്രമാണോ എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷത്ത് നിന്നും ഉയരുന്ന ഒരു ആക്ഷേപമാണിത്. തോമസ് ഐസക് മുൻ ധനമന്ത്രി അടക്കം ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. അതായത് 2497 കോടി രൂപ നാമമാത്രമായ തുക മാത്രം മുടക്കുന്ന അദാനി 49% ഓഹരി 13,000 കോടിക്ക് വിറ്റു. അതായത് കേരള സർക്കാരിനെ മറവിൽ നിർത്തി ഇത്തരമൊരു വലിയ നേട്ടം അദാനി കൈക്കൊണ്ടു. അതായത് ഇതൊരു വലിയ സാധ്യതയെ അദാനി മാറ്റുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിനോ ജനങ്ങൾക്കോ നേരിട്ട് നേട്ടം കിട്ടാത്ത ഒരു വലിയ ലോട്ടറി അടിക്കലാണോ അദാനിക്കുണ്ടായെന്ന ചോദ്യമാണ്. അതിന് മറ്റ് ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആദ്യം ചോദിക്കട്ടെ, ഇത് ലോട്ടറി അടിച്ചത് അദാനിക്ക് മാത്രമാണോ? നിലവിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് അദാനിക്ക് തന്നെയാണ് എന്നതിൽ എന്താണ് സംശയം? ഒരു സംശയവുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരതിനുവേണ്ടി എടുത്ത റിസ്ക് ഉണ്ട്. അതായത് കാശിട്ട് കാശ് വാരി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടങ്ങിയ പദ്ധതിയുടെ 7,525 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ തുറമുഖത്തിൻ്റെ ഒരു സിംഹഭാഗവും നിർമ്മാണ ചെലവ് എടുത്തത് ഈ കമ്പനിയാണ്. അതായത് നമുക്കറിയാം, കോവിഡിനെ അതിജീവിക്കേണ്ടി വന്നു, ഓഖി അതിജീവിക്കേണ്ടി വന്നു, പിന്നെ തുടർ പ്രതിഷേധങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. പിന്നീട് ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായി പൂർത്തിയാക്കുമ്പോൾ അതിനായി ചെലവായ തുകയുടെ ഒരു മൃഗീയ ഭാഗം എടുത്തിരിക്കുന്നത് അദാനി കമ്പനിയാണ് അന്ന്. അതാണ് അവർക്ക് ഇവിടെ ഒരു എഡ്ജ് നൽകിയത്. ഇതിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളൊക്കെ ഒരു എഡ്ജ് നൽകിയത് ആ ഒരൊറ്റ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് അവർ കൃത്യമായി അവരുടെ മത്സരക്ഷമത, അവർക്ക് മുമ്പിൽ മറ്റ് മാനസികതയോ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ അതില്ലെന്നല്ല പറയുന്നത്. അവർ ജനങ്ങളോടല്ല കമ്മിറ്റഡ് ആകുന്നത്. അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമായി മാത്രമേ ലീഗൽ ഒബ്ലിഗേഷൻ നിലനിൽക്കുന്നുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രതിനിധിയായി അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന സർക്കാരാണ്. അവർ ജനങ്ങളോടല്ല ജനങ്ങളോട് കമ്മിറ്റഡ് ആയിരിക്കുന്നത് സർക്കാർ മാത്രമാണ്. അതെനിക്കത് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരവിടെ ലാഭമാണ് പ്രതീക്ഷിച്ചത്, സേവനമല്ല. അവർ ഏറ്റവും ലാഭകരമായി അവർക്ക് ലഭിച്ച ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തി. അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി തോമസ് ഐസക് അടക്കം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു വിമർശനം, അതിനെ ഒരു ആശങ്കയെന്ന് പറയാൻ പറ്റില്ല, വിമർശനം, അതൊരു തരത്തിൽ സത്യമാണ്. അതിനേക്കാൾ കടുത്ത ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടെയല്ലെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴും പക്ഷേ അത് അത്ര ശരിയല്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. അതായത് ബജറ്റിൽ പരാമർശിച്ച സമുദ്ര മിഷൻ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോലും ഈ കൈമാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ ഇത് സംബന്ധിച്ച് VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയ്ക്കടക്കം ഇതുമായി ബന്ധമുണ്ട്, അതുമായി കൂട്ടിവെച്ചുകൊണ്ടുള്ള ആക്ഷേപമടക്കം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കലി ഉണ്ടാവുന്ന ആക്ഷേപമാണെങ്കിൽ കൂടിയും ഇത് ആ രീതിയിൽ കൂടി ചർച്ച ചെയ്യപ്പെടണ്ടേ? VD സതീശൻ പറയുന്നത് പോലെ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം VD സതീശൻ മംഗലാപുരത്തേക്ക് പോയി എന്നും അദ്ദേഹം ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒക്കെയുള്ള HD ക്വാളിറ്റിയിലുള്ള ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അത് വാർത്തയാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തത്. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ യാത്ര എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ വളരെ വ്യക്തമായി അദ്ദേഹം ഈ സന്ദർശനം നടത്തിയ കാര്യം ബോധപൂർവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലീക്കാവുന്നു. ഒരുപക്ഷെ അത് പാർട്ടിക്കകത്താകാം അല്ലെങ്കിൽ പുറത്താകാം. ലീക്കാകുന്നു, അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. സർക്കാർ അധികാരമേറ്റ് കൃത്യം 1 മാസമാകുന്നതിനിടയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നു. ആ ബജറ്റിൽ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ സമുദ്ര മിഷൻ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായി അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുക എന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം പോലും അതിനെ ചൂട് പിടിച്ചുകൊണ്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും ഞാനും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. പിണറായി വിജയൻ പറയാൻ പോകുന്നു അതാണ്. സർക്കാരിന് മുന്നിൽ VD സതീശന് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളി ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, MSC വഴി വരുന്ന 13,000 കോടി സംസ്ഥാനത്തിന് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും, അദാനിക്കപ്പുറം കേരളത്തിനത് എന്ത് നേട്ടമുണ്ടാക്കുന്നു എന്ന കാര്യം കൂടി വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതങ്ങനെ വിശദീകരിച്ചില്ലെങ്കിൽ അത് പൊളിറ്റിക്കലി വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ ഒറ്റ കാര്യമുള്ളൂ, ചുരുക്കി പറഞ്ഞാൽ. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടിയിരുന്നതും വെല്ലുവിളി ഉണ്ടായിരുന്നതും LDFും BJPയും ഉയർത്തുന്ന ആരോപണങ്ങളോടും മാത്രമായിരുന്നു. പക്ഷേ നിലവിലെ മുഖ്യമന്ത്രി VD സതീശന് മറുപടി പറയേണ്ടി വരുന്നതും വിശദീകരിക്കേണ്ടതും പുറത്തുള്ള എതിർ രാഷ്ട്രീയ ചേരികളോട് മാത്രമല്ല,
ഉൾപാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന വിമർശനങ്ങളോടും എതിർപ്പുകളോടും കൂടിയാണ്. അതിനെ എങ്ങനെ അദ്ദേഹം നേരിടുമെന്നതാണ് ഇനി നമുക്ക് ഈ വിവാദങ്ങളും വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് കാത്തിരുന്ന് കാണാനുള്ളത്. ശരി, അതാണ് പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ നടന്നത്? സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഇത് അത്ര ക്ലീൻ ആയിട്ട് നടന്നതല്ല എന്ന് പ്രതിപക്ഷം തീർച്ചയായും ആരോപണം ഉന്നയിക്കും. ചില കടുത്ത വാദങ്ങളുണ്ട്. ഇന്നലെ ഈ നിക്ഷേപത്തെ വലിയ നേട്ടമായി അവകാശപ്പെട്ട ദേശാഭിമാനി ഇന്ന് തിരുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയും പത്രവും അടക്കം നയം മാറ്റി എന്നതാണ് വ്യക്തം. സർക്കാരിനെതിരെ അത് ആയുധമാക്കി കഴിഞ്ഞു. ആ നീക്കം ഉണ്ടാവാം. സർക്കാരിനെതിരെയല്ല, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ആ നീക്കത്തിലേക്കാണ് പോകുന്നത്. അതിന് അവരങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് കടന്നതിന്റെ കാരണം, അതായത് ഇന്നലെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഇങ്ങനെ കൃത്യമായി ലേഖനം എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ വാർത്ത വന്നതിന് ശേഷം ഇന്ന് അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടെങ്കിൽ അത് കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ വിമർശനം ഉയരും. അതിനെ രാഷ്ട്രീയമായി തങ്ങൾക്ക് വെടക്കാക്കി തനിക്കാക്കാം എന്ന ബോധ്യത്തോടെ LDF ഒരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആ അവസരം ഉപയോഗിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് ഇന്ന് ദേശാഭിമാനിയിൽ അതുമായി ബന്ധപ്പെട്ട് മറിച്ചു വന്നിരിക്കുന്ന ലേഖനവും അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം. ശരി, എന്താണ് മുഖ്യമന്ത്രി ഇതിനെ വിശദീകരിക്കുക? പ്രതിപക്ഷം എന്ത് നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ഡാൻ. എന്തായാലും വിശദമായി വിഴിഞ്ഞം എന്ത് കാര്യം വിശദീകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.